ഇന്ന് സ്റ്റാർട്ട്ലൈവ് ബ്ലോഗിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ മീഡിയം വരക്കാം. അതായത് ലെസ് ദാൻ ഒജീവ് ഗ്രേറ്റർ ദാൻ ഒജീവ് വരച്ചിട്ട് എങ്ങനെ മീഡിയം ലൊക്കേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് പഠിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇതെങ്ങനെ കാണാം, ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ മീഡിയം കാണാം എന്നുള്ളത് നമുക്ക് പറയാം. ദ ടേബിൾ ബിലോ ഷോസ് ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 100 സ്റ്റുഡൻസ് ഇൻ ആൻ എക്സാമിനേഷൻ. ലൊക്കേറ്റ് മീഡിയൻ ഗ്രാഫിക്കലി. അപ്പോൾ നമ്മൾ പറഞ്ഞത് മീഡിയം കാണാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചു അല്ലേ. റോ ഡാറ്റ തന്നാൽ കാണാം, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡാറ്റ തന്നാൽ കാണാം, കണ്ടിന്യൂസ് ഫ്രീക്വൻസി അല്ലെ ക്ലാസ്സിലുള്ള ഡാറ്റകൾ തന്നാൽ മീഡിയം കാണാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ മീഡിയം കാണാം എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമ്മൾ കാണുന്നത് രണ്ട് രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് ലെസ് ദാൻ ഒജീവ് വരച്ചിട്ട് ലെസ് ദാൻ ഒജീവ് വരക്കാം, അല്ലെങ്കിൽ മോർ ദാൻ ഒജീവ് വരക്കാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് വരച്ചിട്ട് മീഡിയം കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗ്രാഫിൽ ലെസ് ദാൻ ഒജീവ് വരച്ചിട്ടും മീഡിയം കാണാൻ പറ്റും, അല്ലെങ്കിൽ മോർ ദാൻ ഒജീവ് ഗ്രേറ്റർ ദാൻ ഒജീവ് വരച്ചിട്ട് മീഡിയം കാണാം, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരു ഗ്രാഫിൽ വരച്ചിട്ടും മീഡിയം കാണാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രകാരം നമ്മൾ ആദ്യം ലെസ് ദാൻ ഒജീവ് വരച്ചിട്ട് മീഡിയം കാണുന്നത് പറയാം, എന്നിട്ട് നമുക്ക് മോർ ദാൻ ഒജീവ് വെച്ചിട്ടും കാണാം. ലെസ് ദാൻ ഒജീവ് വരയ്ക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അതൊന്ന് കാണാം, അതിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലെസ് ദാൻ ഒജീവ് മോർ ദാൻ ഒജീവ് വരയ്ക്കുന്നതൊക്കെ അതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി അത് വരച്ചിട്ട് മീഡിയം കാണുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്ന ഡാറ്റയിൽ നിന്ന് അപ്പർ ബൗണ്ട് മാത്രം എടുത്ത് എഴുതി. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം, മാർക്സ് 0 to 10 to 20 എങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ മാർക്കാണ് 70 വരെ മാർക്ക് ഉണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എത്ര കുട്ടികളുണ്ട് തരംതിരിച്ച് ടോട്ടൽ 100 സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ട് 10 ആണ് അല്ലേ. അപ്പോൾ 10ന് താഴെ എത്ര കുട്ടികളുണ്ട്, 7 ആളുണ്ടാവും അല്ലേ. പിന്നെ 20 അടുത്ത ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ട് 20 ആണ്. 20ക്ക് താഴെ എത്ര ആളുണ്ടാവും, ആ 7ഉം പിന്നെയുള്ള 10 ആളുണ്ട്, അങ്ങനെ 17 ആൾ അല്ലേ. 7 + 10 അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് ഞാൻ കാണുന്നത് ആദ്യം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് അപ്പർ ബൗണ്ടാണ്, അത് ശ്രദ്ധിക്കുക. ക്ലാസ്സിൻ്റെ അപ്പർ ബൗണ്ട് ആദ്യം എഴുതുക, എന്നിട്ട് അതിൻ്റെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക. പിന്നെ 17ൻ്റെ കൂടെ 21 കൂട്ടി നമ്മൾ 38 കിട്ടും. 38ൻ്റെ കൂടെ 27 കൂട്ടുക, അപ്പോൾ 65 കിട്ടും. പിന്നെ 65ൻ്റെ കൂടെ എന്താ കൂട്ടണ്ടേ, 22 കൂട്ടി, ഇപ്പോൾ 87ൻ്റെ കൂടെ 9 കൂട്ടി, 96ൻ്റെ കൂടെ 4 കൂട്ടി 100. ടോട്ടൽ ഫ്രീക്വൻസി 100 ആണ്. അപ്പോൾ 100ൽ അവസാനിക്കുക ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇങ്ങനെ അപ്പർ ബൗണ്ടും ശ്രദ്ധിക്കുക, അപ്പർ ബൗണ്ടും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും നമ്മൾ ആദ്യം വരക്കാൻ പോകുന്നത് ലെസ് ദാൻ ഒജീവാണ്. ലെസ് ദാൻ ഒജീവ് ലെസ് ദാൻ ഒജീവ് വരച്ചിട്ട് മീഡിയം കാണുന്നതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എക്സ് ആക്സിസും ആദ്യം വൈ ആക്സിസ് വരച്ചു, ഇനി കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് വരച്ചു. ഓക്കെ, എക്സ് ആക്സിസ് വരച്ചു. എക്സ് ആക്സിസിൽ നമ്മൾ അപ്പർ ബൗണ്ട് വരേണ്ട സംഭവമാണ്. അപ്പോൾ നമ്മൾ ഏതായാലും 10, 20, 30, 40, 50 മാക്സിമം അപ്പർ ബൗണ്ട് 70 വരെ ഉള്ളൂ. ഓക്കെ, അത് മതി. ഇനി ഇവിടെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് അടയാളപ്പെടുത്താം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഇവിടെയാണ് അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ മാർക്സ് ആണ്, മാർക്സ്. ഓക്കെ, നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്ന അപ്പർ ബൗണ്ട് 10 നേരല്ല ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. 10 അപ്പർ ബൗണ്ടാണ് ഇവിടെ വരുന്നത്, മാർക്സിലെ അപ്പർ ബൗണ്ടാണ് ഇവിടെ വരിക. അപ്പോൾ 10ന് നേരെ എത്ര വരുന്നത് നോക്കുക, 10ന് നേരെ 7. അപ്പോൾ നമുക്ക് 7 അടയാളപ്പെടുത്താം. പിന്നെ 20ക്ക് നേരെ എത്ര വരുന്നത്, 17 ആണ്. 20ക്ക് നേരെ 17 അടയാളപ്പെടുത്തും, 20ൻ്റെ താഴെ 17. പിന്നെ 30ക്ക് നേരെ എത്രയാണ്, 38. 30ക്ക് നേരെ
38. പിന്നെ 40ക്ക് വരുന്നത് 65. 40ക്ക് നേരെ 65 ഇവിടെ അല്ലേ. അപ്പോൾ ഇത് ലെസ് ദാൻ ഓർ നമ്മൾ മുമ്പ് വരച്ചതാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ പറയാത്തത്. നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. പിന്നെ 50ക്ക് നേരെ 87. 50ക്ക് നേരെ 87. പിന്നെ 60ക്ക് നേരത്തിൽ വരുന്നത് 60ക്ക് നേരെ 96. 70ക്ക് നേരെ 100. ഓക്കെ, നമ്മളത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പോയിന്റുകളും ഒന്ന് കൂട്ടി യോജിപ്പിച്ചു വരച്ചു. ഓക്കെ, ഇതിനാണ് ലെസ് ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ലെസ് ദാൻ ഒജീവ്, ഈ കർവിനാണ് ലെസ് ദാൻ ഒജീവ് അല്ലെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയാം. അപ്പോൾ ലെസ് ദാൻ ഒജീവിൽ നിന്ന് ഇനി നമ്മൾ കാണും മീഡിയൻ ആണ് കാണുന്നത്. ലെസ് ദാൻ ഒജീവ് വരക്കാൻ നമ്മൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾ പഠിച്ചവർക്ക് സുഖമായിട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് മീഡിയൻ കാണുന്നതാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ കാണേണ്ടത് n/2 കാൽക്കുലേറ്റ് ചെയ്യുക. n എത്രയാണ് ഇവിടെ? n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ എത്ര വരിക? ഈ 100 ആണ് അല്ലേ, സിഗ്മ എഫ്. ഇതിൻ്റെ ടോട്ടൽ അല്ല കേട്ടോ, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ശ്രദ്ധിക്കുക, ഇതിൻ്റെ കൂടെ ഉള്ളതല്ല എഴുതിയെന്നുള്ളൂ. ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 100. അപ്പോൾ 100/2 എത്ര വരിക? 50 വരും. 50 ഇതിലെവിടെയാണ് വരുന്നത് നോക്കാം. 50 എവിടെ വരുന്നത്? ഇതാണ് 50 അല്ലേ. n/2 ലൊക്കേറ്റ് ചെയ്യുക. ഈ 50 നമ്മൾ n/2 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് 50 കാണേണ്ടത്. മീഡിയം കാണുന്ന എപ്പോഴും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ ഇവിടെയാണ് ഉണ്ടാവുക. 50ക്ക് നേരെ ഒരു ഡോട്ടഡ് ലൈൻ വരക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ കർവിൽ ടച്ച് ചെയ്യും, ലെസ് ദാൻ ഒജീവിൽ ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്ത് എവിടെയാണോ അവിടുന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക. താഴോട്ട് വരച്ചു. അപ്പോൾ നമ്മുടെ മാർക്സിൻ്റെ താഴെ ഇവിടെ ടച്ച് ചെയ്യും. ഇവിടെ ഏകദേശം 35ൻ്റെ തൊട്ട് താഴെ ആയിട്ടാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ 34 കറക്റ്റ് ഗ്രാഫിൽ ഇത് കറക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയം കിട്ടുന്നത് എത്രയാണ്? 34ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ 34 എന്ന് കിട്ടും. നല്ല രീതിയിൽ ഓരോന്ന് പോയിന്റുകളും നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ വരച്ചാൽ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും. സ്കെയിൽ വെച്ച് വരക്കുമ്പോൾ ഇവിടെ 34ലാണ് ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മീഡിയൻ 34 എന്ന് കിട്ടി. ഈ രീതിയിൽ മീഡിയം കാണാൻ പറ്റും. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ മീഡിയം കാണാൻ പറഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ ഒജീവ് വരക്കുന്നു, എന്നിട്ട് n/2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ n/2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. n നമുക്കറിയാം ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ആകെ സ്റ്റുഡൻസ് 100 ആണ്. 100ന് 2 ഡിവൈഡ് 50 കിട്ടി. 50 ഈ y ആക്സിസിൽ നോക്കുക. 50 n/2 ഇവിടെയാണ് നമ്മൾ n/2 നോക്കേണ്ടത് കേട്ടോ, y ആക്സിസിൽ. അപ്പോൾ നമ്മളിവിടെ നോക്കിയിട്ട് 50 ആണ്. 50ക്ക് നേരെ നമ്മൾ സ്കെയിൽ വെച്ച് വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ ഒജീവിൽ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്യുന്നാൽ നേരെ താഴോട്ട് വരക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന പോയിന്റ് എത്രയാണ്? ഇവിടെ താഴെ പോയി മുട്ടുന്ന എക്സ് ആക്സിസിൽ മാർക്സിൽ എത്രയാണോ മുട്ടുന്നത്, മാർക്കാണല്ലോ നമ്മൾ മീഡിയം കാണേണ്ടത്, മീഡിയൻ മാർക്കല്ലേ കാണേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 34 മുട്ട്. അതുകൊണ്ട് നമുക്ക് പറയാം മീഡിയൻ മാർക്ക് ഈസ് 34 എന്ന് പറയാം. ഈ രീതിയിൽ മീഡിയൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ മീഡിയം കാണാൻ പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഇപ്പോൾ ലെസ് ദാൻ ഒജീവ് വരച്ചിട്ട് n/2 കാൽക്കുലേറ്റ് ചെയ്യുക. ടച്ച് ഇതുപോലെ n/2 കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ടച്ച് ചെയ്യിക്കുക, എന്നിട്ട് താഴോട്ട് വരയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന സംഖ്യ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ സംഖ്യ 34 ആയതുകൊണ്ട് മീഡിയൻ 34. ഇങ്ങനെ മീഡിയം കാണാൻ പറ്റും. ഓക്കെ, ഇനി ഗ്രാഫിക്കലി മെത്തേഡ് അല്ല, നമ്മളോട് പ്രത്യേകം മോർ ദാൻ 2 രീതിയിലുണ്ട്. ഞാൻ പറഞ്ഞു 3 രീതിയിൽ പറയാം. ഒന്ന് ലെസ് ദാൻ ഒജീവ് വരച്ചിട്ട് മീഡിയം കാണാൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി മോർ ദാൻ ഒജീവ് വരച്ചിട്ട് മീഡിയം കാണാൻ ചോദിക്കുകയാണെങ്കിൽ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഇത് രണ്ടും കൂടി വരച്ചിട്ട് മീഡിയം കാണാൻ അങ്ങനെ ചോദിക്കാം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും വരക്കാമല്ലോ. അപ്പോൾ മോർ ദാൻ ഒജീവ് വരക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ലെസ് ദാൻ ഒജീവ് വരക്കാൻ നമ്മൾ പഠിച്ചു. മോർ ദാൻ ഒജീവിന് ചെയ്യേണ്ടത് നേരത്തെ എടുത്ത് ലെസ് ദാൻ ഒജീവ് വരക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് അപ്പർ ബൗണ്ട് ആണ് അല്ലേ. എന്നിട്ട് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടത്. ഇനി മോർ ദാൻ ഒജീവ് ആകുമ്പോൾ നമ്മൾ കാണുന്നത് ലോവർ ബൗണ്ട് ആദ്യം എടുക്കുന്നു, എന്നിട്ട് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ലോവർ ബൗണ്ട് എടുത്തു 0. 0ൻ്റെ മുകളിൽ എത്ര ആളുണ്ട്? ആകെ 0 മാർക്കിൻ്റെ മുകളിൽ എല്ലാ കുട്ടികൾക്കും 100 കുട്ടികൾക്ക് 100 അല്ലേ, 0ൻ്റെ മുകളിലാണ്. അപ്പോൾ മോർ ദാൻ ഒജീവിൻ്റെ വീഡിയോ കൂടുതൽ നമ്മൾ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോണേ. വേണ്ടവർക്ക് അത് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ മുകളിൽ ലിങ്ക് ഉണ്ട്. അപ്പം 0ൻ്റെ മുകളിൽ 100 ആളാണ്. ഇനി 10ൻ്റെ മുകളിൽ എത്ര ആളുണ്ട്? നമുക്ക് ഓരോ ഫ്രീക്വൻസി കുറച്ച് പോയാൽ മതി. ഇപ്പോൾ 100ന് ആ ഫ്രീക്വൻസി 7 ആണ് അല്ലേ. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ 7 ആണ് ഫ്രീക്വൻസി. അപ്പോൾ ഫസ്റ്റത്തെ ഫ്രീക്വൻസി 7 കുറച്ച് കഴിഞ്ഞാൽ 93 എന്ന് കിട്ടും. അപ്പോൾ 10ന് മുകളിൽ 93 ആൾക്കാരുണ്ടാവും. ഓക്കെ,
ഇനി 93 10 കുറച്ചു, അപ്പോൾ 83 കിട്ടും. 83 21 കുറച്ചു, അപ്പോൾ നമുക്ക് 62 കിട്ടും. 62 27 കുറച്ചു 35. 35 അടുത്ത് കുറച്ചാൽ 13 ലാസ്റ്റ് നമുക്ക് 4 കിട്ടും. ഓക്കെ, ഇതാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്. ഓക്കെ, അത് കണ്ടു. ഇനി ഇത് നമ്മൾ ഗ്രാഫിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലോവർ ബൗണ്ട് 0 അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു എക്സും വൈ ആക്സിസും വരച്ചിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാം, ഒരു കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. മോർ ദാൻ ഒജീവ് മാത്രം വരയ്ക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി. ഇനി അതല്ല രണ്ടും വേണമെങ്കിൽ ഒരു ഗ്രാഫിൽ വരക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ തന്നെ അത് വരക്കുകയാണ്, മറ്റൊരു ഗ്രാഫ് വരക്കുന്നതിന് പകരം. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് തന്നെ ഒന്ന് വരച്ച് പഠിക്കുക. അപ്പോൾ ഇതിൽ 0ക്ക് നേരെ 10 അടയാളപ്പെടുത്തുക. 0 ഇവിടെ എക്സ് ആക്സിസ് 0 ഇവിടെയാണ് അല്ലേ, 0 പോയിന്റിൽ 10, സോറി 0ക്ക് നേരെ 100 ആണ്, 100 അടയാളപ്പെടുത്തി. ഓക്കെ, ഒരു പോയിന്റായി. പിന്നെ 10ന് നേരെ 93, 10ന് നേരെ 93. പിന്നെ 20ക്ക് നേരെ 83, 20ക്ക് നേരെ 83. പിന്നെ 30ക്ക് നേരെ 62, 30ക്ക് നേരെ 62. പിന്നെ 40ക്ക് നേരെ 35 അല്ലേ, 40ക്ക് നേരെ 35, 40 ഇതാണ് 35 അല്ലേ, 40ക്ക് നേരെ 35. പിന്നെ 50ക്ക് നേരെ 13, 50ക്ക് നേരെ 13 കിട്ടും. പിന്നെ 60ക്ക് നേരെ 4. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഇത് കൂട്ടി വരക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോർ ദാൻ അജീവ് കിട്ടി. മനസ്സിലാക്കാം. മോർ ദാൻ അജീവ് വരച്ചിട്ട് മീഡിയം കാണാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ യെല്ലോ കളറിൽ വരച്ച ഈ ചിത്രം മാത്രം മതി. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും വേണം കേട്ടോ. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക, എന്നിട്ട് ഇത് മതി. ഈ ലെസ് ദാൻ അജീവിനെ വേണ്ടാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ വരച്ചിട്ട് നമ്മൾ ഇനി ഇതുപോലെ n/2 കാൽക്കുലേറ്റ് ചെയ്യുക. n/2 നമുക്കറിയാലോ 100/2 50 ആണ്. അപ്പോൾ 50 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ തന്നെ ആയിരിക്കും, ഈ ലൈനിൽ 50 കിട്ടും. എന്നിട്ട് താഴോട്ട് വരക്കാം. ഓക്കെ, ഇങ്ങനെ ചോദ്യം വരാം. ലെസ് ദാൻ അജീവും മോർ ദാൻ അജീവും വരച്ചിട്ട് മീഡിയം കാണുക എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വരച്ച പോലെ ലെസ് ദാൻ അജീവ് ആദ്യം ഞാൻ ഇങ്ങനെ വരച്ചു, പിന്നെ നമ്മൾ മോർ ദാൻ അജീവും വരച്ചു. അവിടെ നമ്മൾ പിന്നെ n/2 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും കൂട്ടിമുട്ടിയ പോയിന്റ് അല്ലേ, ഇതാണ്. ഇപ്പോൾ രണ്ടും കൂട്ടിമുട്ടിയ ഈ പോയിന്റ് അല്ലേ, അവിടെ നിന്ന് താഴോട്ട് വരച്ചാൽ 34 അവിടെ തന്നെ കിട്ടും. ഓക്കെ, മീഡിയം 34 കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് n/2 കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്യണം, അതേ പോയിന്റിൽ തന്നെയാണ് രണ്ടും കൂട്ടിമുട്ടുക. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ ലെസ് ദാൻ അജീവും മോർ ദാൻ അജീവും വരച്ച് മീഡിയം കാണാൻ ചോദിച്ചാൽ രണ്ടും വരയ്ക്കുക, കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 34, മീഡിയം 34 എന്ന് കിട്ടും. ഇതുപോലെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് വരക്കുന്നതെങ്കിൽ n/2 കണ്ടിട്ട് നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ വൈ ആക്സിന് ലംബമായിട്ടൊരു വര വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ലെസ് ദാൻ അജീവിലാണെങ്കിൽ അത് ടച്ച് ചെയ്യും, അല്ലെങ്കിൽ മോർ ദാൻ അജീവിലാണെങ്കിൽ ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്ത പോയിന്റ് നേരെ താഴോട്ട് വരയ്ക്കുക. ഇവിടെ കിട്ടുന്ന വാല്യൂ, ഇവിടെയാണ് നമ്മൾ മീഡിയൻ എപ്പോഴും ഉണ്ടാകുക. മാർക്സ് ആണല്ലോ മീഡിയൻ കാണാം. അപ്പം മാർക്സിൻ്റെ മീഡിയൻ 34 എന്ന് മീഡിയൻ കിട്ടും. ഇങ്ങനെ മീഡിയൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മീഡിയൻ കാണുന്ന എല്ലാവിധ മെത്തേഡ് 4 തരം മെത്തേഡിലൂടെ മീഡിയൻ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ മോഡ് എന്ന ആവറേജിനെ കുറിച്ച് പറയാം. വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.